ഈശോയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പ്രദക്ഷിണം നടത്തി ജർമ്മനിയിലെ വിശ്വാസി സമൂഹം. ഔഗ്സ്ബർഗ് രൂപതയിലെ അസംഷൻ ഓഫ് മേരി കത്തോലിക് പാരിഷ് മയിങ്ങൻ ഇടവകയിലാണ് ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നത്. വിശുദ്ധ കുർബാനയ്ക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും ജർമ്മനിയിലെ വിൻസെൻഷൻ സഭയുടെ സുപ്പീരിയറും ഇടവക വികാരിയുമായ റവറൻഡ് ഡോക്ടർ ഡേവിസ് അറക്കൽ വീസിയാണ് നേതൃത്വം നൽകിയത്. ഒരു കാലത്ത് നിരീശ്വരവാദത്തിന്റെയും സമ്പത്തിന്റെയും പുറകെ പോയി സഭയിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ നിന്നുമെല്ലാം അകന്നുപോയ ജർമ്മൻ ജനതയുടെ തിരിച്ചുവരവിന്റെ അടയാളമായിരുന്നു കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ പലയിടങ്ങളിൽ നടന്ന ജനസാന്ദ്രമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം. കത്തോലിക്ക ഭൂരിപക്ഷമുള്ള ബവേരിയ സംസ്ഥാനത്ത് വിശ്വാസം ക്ഷയിച്ചു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയാണ് ജർമ്മൻ ജനത. ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. നമ്മളിപ്പോഴായിരിക്കുന്നത് ജർമ്മനിയിലെ ബവേരിയ സംസ്ഥാനത്ത് ഔഗ്സ്ബർഗ് രൂപതയിലെ മയിങ്ങൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ജർമ്മനിയിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും ആഘോഷപൂർവ്വമായിട്ടാണ് കൊണ്ടാടുന്നത്. സ്ട്രീറ്റുകളും ഗ്രാമങ്ങളൊക്കെ വളരെ മനോഹരമായി അലങ്കരിച്ച് ഒന്നായിട്ടാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങൾ ഒത്തിരി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് വെരി റവറൻഡ് ഡോക്ടർ ഡേവിസ് അറക്കൽ അച്ഛനാണ്. അദ്ദേഹം ഒരു വിൻസെൻഷൻ സഭാ വൈദികനാണ്. അച്ഛൻ നമ്മളോട് പറയും, അച്ഛാ, എങ്ങനെയാണ് വിശുദ്ധ കുർബാനയുടെ ആഘോഷം നമ്മുടെ നാട്ടിലും ഈ ജർമ്മനിയുടെ ഗ്രാമങ്ങളിലും ജർമ്മനിയിൽ പൊതുവെ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? താങ്ക് യു. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഇവിടെ ജർമ്മനിയിൽ, പ്രത്യേകിച്ച് ബവേറിയ സ്റ്റേറ്റും തൊട്ടുള്ള സ്റ്റേറ്റുകളിലും വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് കൊണ്ടാടുന്നത്. അതിനുവേണ്ടി തന്നെ ഈ കുർബാനയുടെ തിരുനാൾ ഇവിടെ സ്റ്റേറ്റ് ഹോളിഡേ ആണ്. എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ രാവിലെയാണ് അതിൻ്റെ കുർബാന. ഇത് ഇവിടുത്തെ പാരിഷ് ചർച്ചാണ്. 2 പള്ളികളാണ് ഇവിടെ ഉള്ളത്. ഈ പാരിഷ് ചർച്ചിൽ കുർബാന ചൊല്ലിയിട്ട് ഇവിടുന്ന് പ്രദക്ഷിണമായിട്ട് ഈ വില്ലേജ് കറങ്ങി ആശ്രമ പള്ളിയിലേക്ക് പോയി അവിടെയാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ പ്രദക്ഷിണമായിട്ട് പോകുന്ന വഴികൾ മുഴുവൻ അലങ്കരിക്കും. ഇവിടുത്തെ വീടുകൾ മുഴുവൻ അലങ്കരിക്കും. അതുപോലെ തന്നെ റോഡുകൾ പൂവും പുല്ലുകളും ഇട്ട് യേശു നടന്നു പോകുന്ന വഴിയിൽ കൂടെ അലങ്കരിച്ചാ പോകുന്നത്. 4 യേശുവിനെ സ്വീകരിക്കുന്നു ഗ്രാമവും വില്ലേജും ആളുകളൊക്കെ പൂക്കള് ഒരു പച്ച പരവതാനി വിരിച്ച് യേശുവിനെ ഒരുക്കാണ് ഇവര്. അപ്പൊ ഇവിടെ തന്നെ ഈ വില്ലേജിൽ തന്നെ 4 അൾത്താരുകൾ അവര് ഓരോ വീടിന്റെ അടുത്തും പ്രത്യേക സ്ഥലങ്ങളിൽ അവര് പൂമെത്ത വിരിച്ച് ഒരു അൾത്താര സെറ്റ് ചെയ്യും. അവിടെയുള്ള ആളുകൾക്ക് ദൈവാനുഗ്രഹം ആശീർവാദം കിട്ടാൻ വേണ്ടി ആൾത്താരയിൽ കൊണ്ടുചെന്നിട്ട് യേശുവിനെ അവിടെ രാജാവും നാഥനുമായിട്ട് സ്വീകരിക്കുന്നതിന് അടയാളമായിട്ട് അവിടെ ആശീർവാദം. അത് കഴിഞ്ഞ് അടുത്ത ആൾത്താരയിലേക്ക് പോകും. അങ്ങനെ അവസാനം ആശ്രമ പള്ളിയിൽ ചെന്ന് അവസാനിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കുന്നവരെ എല്ലാവരും തന്നെ വില്ലേജിൽ തന്നെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും. പിന്നെ അതുപോലെ മ്യൂസിക് ബാൻഡ്, അതായത് നമ്മുടെ ബാൻഡ് മേളത്തോടുകൂടെ കൊയറിന്റെ ആഘോഷത്തോടുകൂടി കുട്ടികൾ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളും ഓൾട്ടർ ബോയ്സ് വസ്ത്രത്തിലാണ്. അതുപോലെ ആളുകൾ മെയിനായിട്ട് വെള്ള വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കും ഇന്ന് യേശുവിന്റെ ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട്. അങ്ങനെ നാട്ടില് വിചാരിച്ചിരിക്കുന്നത് യൂറോപ്പിലെ വിശ്വാസമൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന വളരെ ഗ്രാമങ്ങളിലൊക്കെ വളരെ വിശ്വാസമുള്ള ആളുകളൊക്കെ വളരെ പള്ളികളിലൊക്കെ ഒത്തിരി ഇതിലാണ് വരുന്നത്. അതെ. അപ്പൊ ഇവിടെ വിശ്വാസം ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഇവിടെ 10 വർഷമായി. ആളുകൾ ഭയങ്കര വിശ്വാസമാണ്. ആ ഒരു രീതിയിൽ അല്ലാതെ ജർമ്മനിയിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ വിശ്വാസമൊന്നും തകർന്നു പോയിട്ടില്ല. ഇപ്പോഴും ജീവനുള്ള വിശ്വാസമാണ്, വിശ്വാസം ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. ജീവിക്കുന്ന ദൈവം, അതിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്ന വിശ്വാസം ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ ഒരു സന്തോഷമാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പള്ളി നിറച്ച ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ഫീലിംഗ് ഇവിടെയും എനിക്ക് കിട്ടുന്നുണ്ട്. വില്ലേജും സിറ്റിയും തമ്മിൽ ഇപ്പം വ്യത്യാസമുണ്ട്. സിറ്റിയിലെ ആളുകൾ അല്പം കുറവായിരിക്കും, പക്ഷെ വില്ലേജിൽ ഇവരെല്ലാം ഒരുമിച്ച് പള്ളിയിൽ ആഘോഷപൂർവ്വമായിട്ട് വരികയും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യും. Thank you so much for the time. Grüß Gott. Grüß Gott, hallo. Wie heißen Sie? Mein Name ist Brigitte Spiegel. Genau, was bedeutet dieses Fest, dieses Eucharistiefest für Sie persönlich?
Dieses Fest ist nochmal ein großer Ausdruck des Glaubens an Jesus Christus, an die reale Präsenz von Jesus. Aha. Wir laufen ja nicht einem Symbol hinterher, sondern wir glauben, dass Jesus tatsächlich wirklich in Leib Christi ist. Er ist anwesend, er ist bei uns, es ist kein ferner Gott, es ist ein naher Gott. Und wenn wir auf die Straße gehen und den Leuten zeigen, wir laufen Jesus hinterher, wir folgen ihm, dann zeigt das, wir glauben an diesen Jesus. Und diese Freude wird ausgestaltet in Musik, in Gesang. Die Leute schmücken ihre Häuser, sie streuen Blumen auf die Straße. Und damit wollen sie alle ausdrücken, es ist Jesus, der meine Straße, der mein Dorf besucht. Und das soll auch eine Außenwirkung haben in das Dorf, in die Stadt, in Deutschland, in die ganze Welt hinaus. നമ്മളോട് ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ യേശു, നമ്മുടെ കർത്താവ് ഈ ലോകത്ത് നിന്നും ജീവിക്കുന്നവനാണ്. വിശുദ്ധ കുർബാന വഴി നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മുടെ ഡോർഫിൽ, നമ്മുടെ വില്ലേജിൽ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്നോ മരിച്ചുപോയ കർത്താവല്ല, ഇന്നും എൻ്റെ വില്ലേജിൽ, എൻ്റെ ഗ്രാമത്തിൽ സഞ്ചരിക്കുന്ന ഞങ്ങളോടൊപ്പമുണ്ട് എന്ന രീതിയിലാണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം നമ്മുടെ ജർമ്മനിയിലേക്കൊന്നും അങ്ങനെ തകർന്നു പോയതോ അങ്ങനെ കുറഞ്ഞു പോയതോ ഒന്നുമല്ല, ഇന്നും ജീവിക്കുന്നതാണ്. ഞാൻ ഒരുപാട് സ്നേഹത്തോടെയാണ് ഇവിടെയുള്ള കത്തോലിക്കരെല്ലാവരും ഈ വിശുദ്ധ കുർബാനയുടെ പ്രദർശനത്തിലും ഇതിൻ്റെ എല്ലാത്തിലും പങ്കാളികളാകുന്നതെന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ജർമ്മനിയിലെ ബവേരിയ സംസ്ഥാനത്തെ മൈങ്ങൻ എന്നുള്ള ഒരു സ്ഥലത്തെ പാരിഷാണ്. ഇതൊരു വില്ലേജാണ്. ഇവിടെയൊക്കെ കത്തോലിക്ക വിശ്വാസം അത്ര ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. Wie heißen Sie? Mein Name ist Franz Zeckel. Ich habe eine Frage an Sie. Welche Rolle spielt Eucharistie in Ihrem Leben? Das ist eine sehr gute und wichtige Frage. Ja. Die Eucharistie spielt in meinem Leben eine sehr große Rolle, eine zentrale Rolle. In Ihrer Familie auch, oder? Ich auch in meiner Familie. Ich selbst bin in eine katholische Familie geboren. Meine Eltern waren schon katholisch, haben uns den katholischen Glauben gegeben. Wir haben, meine Frau und ich, 4 Kinder. Auch diesen haben wir den katholischen Glauben weitergegeben. Meine Frau und ich, wir gehen jeden Sonntag in die Kirche. Für uns ist die Eucharistie ein zentraler Punkt in der Woche. Wir können Kraft sammeln für unser Leben in der Eucharistie. Wir glauben an Jesus Christus. Das wollen wir in der Gemeinschaft zusammen feiern. Nicht nur alleine, sondern mit all den Gläubigen hier in unserem Dorf in Maingen. Und das ist für uns sehr wichtig, denn das gibt uns Kraft und Halt für die kommende Woche. Und in der nächsten Woche ist das mit dem Gottesdienst genau das Gleiche. Also die Eucharistie ist für uns wichtig. Das hat auch Tradition, aber es kommt aus dem Glauben heraus. Also wir sind dankbar, dass wir jede Woche einen Gottesdienst haben mit unserem Pfarrer, Pater Davis, der seit vielen Jahren in unserer Pfarrei tätig ist. Also hat eine entscheidende Bedeutung. ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത് വിശുദ്ധ കുർബാന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വലിയ ഒരു റോളുണ്ട്. സെൻട്രൽ, അതായത് നെടും തൂണ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ആഴ്ചയും വിശുദ്ധ കുർബാന സംബന്ധിക്കും. 4 മക്കളുണ്ട്. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. വിശ്വാസവും എല്ലാ ആഴ്ചയും കുർബാനയിൽ പങ്കെടുക്കുകയും കുർബാന കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമാണ്. ഈ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ മൈങ്ങൻ, ബവേരിയ സ്റ്റേറ്റുള്ള മൈങ്ങൻ ഈ വില്ലേജിൽ ഉള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ള ജീവിതമാണെന്നും അത് ഈ വില്ലേജിൻ്റെ തന്നെ, ഈ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു നെടും തൂണ്, ഗ്രാമത്തെ തന്നെ അത് സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ച് ആണെന്നാണ് ഡേവിസ് അച്ഛൻ, ഡോക്ടർ ഡേവിസ് അറയ്ക്കൽ. അദ്ദേഹം വിൻസെൻഷൻ സഭാ വൈദികനാണ്. അദ്ദേഹം ഇവരുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ ഒരു റോള് വഹിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. Thank you so much. Dankeschön. Vielen Dank für Ihre Zeit. Dankeschön. Gerne.